മാൾക്കുട്ടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇലച്ചെടികൾക്കാണോ പൂച്ചെടികൾക്കാണോ കൂടുതൽ സൗന്ദര്യം? എന്നോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കുവാണെങ്കിലേ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. പൂച്ചെടികളും ഇലച്ചെടികളും എൻ്റെ ഓരോ കണ്ണുകളാണ്. രണ്ടുപേരും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലച്ചെടിയാണോ പൂച്ചെടിയാണോ? എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. കണ്ട നല്ല പൂ പോലെ ഇരിക്കുന്ന സുന്ദരമായ ഒരു ഇലച്ചെടി. ഇവരെ ഒന്ന് നോക്കിയേ, ഒരു ബ്രഷിനകത്ത് മുക്കി വരച്ചു വെച്ചതുപോലെ. പൂച്ചെടികളുടെ കാര്യം പിന്നെ പറയണോ? എത്ര ഭംഗിയായിട്ട് അവരുടെ ഓരോ പെറ്റൽസും ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതല്ലേ. ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്നറിയാവോ? എന്റെ റോസ് ഫ്ലവറിന്റെ ഓരോ പെറ്റൽസ് താഴെ വീഴുന്നത് കാണുന്നതാണ്. അവർ പൊഴിഞ്ഞു പോകുന്നതേ ഭയങ്കര സങ്കട. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് എത്ര ചെടികളുണ്ടെന്ന് പറഞ്ഞാലും അത് ഇലച്ചെടിയാവട്ടെ അല്ല അത് പൂച്ചെടിയാവട്ടെ, അവർ നമ്മളെ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, ഇവനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ? പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് ഇവനെ ഡിഫറെന്റ് ആയിട്ട് പല രീതിയിൽ നമുക്ക് ഇവനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരട്ടെ? ഇത്രയും പോരെ മോനെ, ഇത്രയും കണ്ടിക്കട്ടെ. നമുക്ക് ഇവനെ വടിയിൽ ചുറ്റിയെടുക്കാം കേട്ടോ. കാരണം നമ്മള് വീടിനകത്തൊക്കെ വെക്കേണ്ടതല്ലേ, അപ്പൊ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ല ഫാൻസി ആയിട്ടൊക്കെ ചുറ്റിയെടുക്കാമേ. നന്നായിട്ട് ഒരു ടൈറ്റ്, ഇത് കേബിൾ ടൈ ആണേ, അപ്പൊ ടൈറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഇത്ര നന്നായിട്ട് ഫാൻസി ആയിട്ട് ചെയ്യുന്നത് നമുക്ക് വീടിനകത്ത് വെക്കേണ്ടതല്ലേ. ഓക്കെ, സൂപ്പർ സൂപ്പർ. ഈ ബേബി പ്ലാന്റ്സ് ഒക്കെ ബുഷിയായിട്ട് വരാൻ നമ്മൾ ഫെർട്ടിലൈസർ ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ഇവരെല്ലാവരും നിറഞ്ഞു ബുഷിയായിട്ട് വരുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടാ. നമുക്ക് നോക്കാവേ, നിറഞ്ഞു വന്ന് ഉറപ്പായിട്ടും വീഡിയോ ഇടുവേ.